അരുണ് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ശക്തന്റെ മണ്ണിൽ ആവേശമായി പുലികൾ ഇറങ്ങാൻ പോകുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് 7 പുലിക്കളി സംഘങ്ങൾ ഇത്തവണ മാറ്റിവെക്കുന്നു. സുരാർ റൗണ്ടിലേക്ക് വിവിധ സംഘങ്ങളുടേതായി 100 കണക്കിന് പുലികൾ എത്താൻ പോകുന്ന സംഘത്തിലും നമ്മുടെ വിയൂർ ദേശത്തിന്റെ ആവേശം, പുലികളുടെ ആവേശം ഒന്ന് കാണേണ്ട തന്നെയായിരുന്നു. അത്തരത്തിലുള്ള വലിയ ആവേശത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ ചെറിയൊരു പതുങ്ങലാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പുലി ഒന്ന് പതുങ്ങും, അതൊന്ന് കുതിക്കാൻ തന്നെയാണ്. എന്തായാലും അത് നമുക്ക് അല്പസമയത്തിനൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. രതീഷേട്ടൻ ഒന്ന് പേടിക്കേണ്ട, ഒന്നും മിസ്സായിട്ടില്ല. ഫുൾ ജോറിൽ സാധനം വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാണല്ലേ? ഇതൊന്ന് സെറ്റായിട്ട് അങ്ങ് അഴിഞ്ഞാണോ നമുക്ക്? നേരത്തെ രാവിലെ നമുക്ക് പാട്ടൊക്കെ പാടി തന്ന പുലിയാണ്. അതിന്റെ ഓളത്തിലൊക്കെ എന്താണ് സെറ്റല്ലേ? സെറ്റാണ്, അടിപൊളി. നമ്മുടെ ശക്തംകുളങ്ങനെയും ഇവര് പല ദേശങ്ങളെല്ലാവരും സെറ്റാണ്. നമ്മളെ വിയൂരിനെ പിടിക്കാൻ പറ്റുമോ? അത് വൈകുന്നേരം കാണാൻ പോകുന്നേ ഉള്ളൂ. ഇത് ട്രെയിലർ ഒന്നും കണ്ടു, ബാക്കിയെല്ലാം വെയിറ്റ് ആൻഡ് ചെയ്യാം. നമുക്കൊരു ഒന്ന് എന്തായാലും ഒരു ശാന്തതയിൽ നിൽക്കല്ലേ, പതുങ്ങി നിൽക്കല്ലേ. നമ്മളൊരു പാട്ടും കൂടെ ആയാലോ? വീണ്ടും പടക്കേ അങ്ങോട്ട് തൃശ്ശൂർ സ്റ്റൈൽ ഒരു പാട്ടങ്ങ് പടക്കി. പൂരങ്ങട പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിനു പുലിയിറങ്ങണൊരു ഊര് നമ്മുടെ ഊര്, ഈ പറഞ്ഞ നാട് 7 മുട്ടത്ത് പേര്, കാണണമെങ്കിൽ കാണണം ഗഡി തൃശ്ശിവ പേരൂര്. ഇപ്പൊ ക്ലാസിക് തൃശ്ശൂർ പാട്ട് തന്നെയാണ് രതീഷേട്ടാ പാടിയത്. അപ്പൊ പുലികളൊക്കെ സെറ്റായി നിൽക്കാണ്. ബാക്കിയെല്ലാം നമുക്ക് പുലിപ്പാട്ട് കേൾക്കാൻ നമുക്ക് അക്ഷയയിലേക്ക് കൂടി പോവാം. അക്ഷയ്ക്കൊപ്പം ഇതൊക്കെയോ കലാകാരന്മാരുണ്ട്. അക്ഷയ ഞാൻ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, പാട്ടുകൂടി ഡയലോഗ് പറഞ്ഞോ, മറ്റേത് നേരത്തെ പറഞ്ഞത്. രതീഷ്, ഇവിടെ പുലികളൊക്കെ നമ്മൾ നേരത്തെ വിചാരിച്ചു ഇനി ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവുമോ പുലികൾക്ക് എന്നൊക്കെ വിചാരിച്ചു. പുലികൾക്ക് ക്ഷീണമൊന്നുമില്ല, വൻ ചോറ്. നമ്മുടെ പുലികള് തൃശ്ശൂരം പുലികളാണ്, വേറെ ലെവലാന്നാണ് പറയുന്നത്. അല്ല പുലി ഇതെന്താ മുഖത്തെന്താണ് സംഭവം? വെറൈറ്റി അല്ലേ? ഒന്ന് വെച്ചോക്കട്ടെ, ഒന്ന് വെച്ചോക്കാൻ തരുമോ? വൻ ഡിമാൻഡ്, പുലികൾക്ക് വൻ ഡിമാൻഡാണ് കേട്ടോ. ഒരു പാട്ട് പഠിച്ചാൽ ചിലപ്പോ തരായിരിക്കും. പാട്ടുകാരനാണെന്ന് തോന്നല്ലോ പുലി. പാട്ടുപാടാൻ തയ്യാറാണ്. അതിന് മുന്നേ കഥാപ്രസംഗത്തിന്റെ ഒരു വരി ഉണ്ടല്ലോ പറഞ്ഞേ. കഥാപ്രസംഗമല്ല, പൂരങ്ങളുടെ പൂരമായ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ മണ്ണിൽ ഇനി പുലി പൂരാണ്. അതെ, നമ്മുടെ 4 മണിക്ക് നമ്മുടെ റൗണ്ടിൽ പുലികൾ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഒരു പാട്ട് പഠിക്കാല, നാടൻ പാട്ട്. അല്ല പിന്നെ മൈക്ക് ഞാൻ പഠിക്കണ. പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷമഹുഖേമമാണല്ല. അല്ല, മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താതകതാതൈ, മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താതകതാതൈ. പടക്കള്ളം തന്നിൽ ഒരു മഹാവിരുദ്ധൻ വന്നല്ലോ, പടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷമഹുഖേമമാണല്ല. അല്ല, മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ താതകതാതൈ. ഇത് പുലിപ്പാട്ടാണല്ലേ? നാടൻ പാട്ടാണ്. അപ്പൊ ജോറ് പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. മുന്നേ കേട്ടിട്ടുണ്ടോ? അല്ല, അത് പലതരത്തിലുള്ള പാട്ടുകളുണ്ടല്ലോ. അപ്പൊ പിന്നെ നമുക്ക് എല്ലാ പാട്ടും നമ്മൾ കേൾക്കണമെന്നില്ലല്ലോ. കേട്ടിട്ടില്ല, അത്ര കേട്ടിട്ടില്ല. എന്തായാലും പാട്ട് കിടുപൊലി. അതെ, ബാക്കി വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും കാണാം. ഞങ്ങൾ വീണ്ടും വരും. വമ്പൻ പുലി, ഇതല്ല ഇതിനപ്പുറത്തുള്ള പുലിയായിട്ട്.